ഈ പൂരത്തിന്റെ സംഘാടകർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. അതായത് തൃശൂർ ജില്ലാ കളക്ടറായിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ രണ്ടുപേരും ഒന്നിച്ച് കിട്ടിയിരുന്നില്ല. അതായത് ഇന്നലെ മുതൽ തപ്പുന്നതാണ്. അതുപോലെ തന്നെ ആർ ഇളങ്കോ സർ, ഇവർ രണ്ടുപേരും അതായത് കഴിഞ്ഞ കുറെ നാളുകളായി ആഴ്ചകളായുള്ള ഇവരുടെ എഫേർട്ടാണ്. ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ പൂരത്തിന്റെ സംഘാടകർ. അപ്പൊ ഇവരോട് തന്നെ നമുക്ക് തീർച്ചയായും സൂരജ് തന്നെ അത് സംസാരിക്കണം. സാർ, വലിയ ഒരു ഉത്സവത്തിലേക്ക്, അതായത് ഒരു പരാതിയോ പരിഭവമോ കേൾക്കാത്ത മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്? ഒരു 9 മാസം ഒരു പ്രസവിക്കുന്ന ഒരു ഗർഭമുള്ള ഒരു പ്രഗ്നന്റ് ലേഡീന്റെ ഒരു ഫീലാണ് ഉള്ളത്. ഇന്ന നൈറ്റും നാളെയും കഴിഞ്ഞാൽ ഒരു പ്രസവം ഒരു സക്സസ്ഫുൾ ആയിട്ട് പോകുമെന്ന ഒരു ആകാംക്ഷയും കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 75% ആയി, ഇനി ഒരു 25% കൂടി ഉണ്ട്. ജനങ്ങളൊക്കെ പോലീസുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇത്രയും സൗഹൃദത്തോടു കൂടി ഇടപെടുന്നത് ഇതാദ്യം എന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. ഇതാദ്യമായിരിക്കില്ല, പക്ഷെ എന്നാൽ പോലും അവർ കഴിഞ്ഞ തവണ ഉണ്ടായത് വെച്ച് നോക്കുമ്പോൾ അവർ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് അർബൻ കമാൻഡോസ് ഉണ്ട്, ആന്റി സബോട്ടേജ് ചെക്ക് ഉണ്ട്, സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സൗകര്യം അതുപോലെ തന്നെ അവർക്ക് ഒരു സുഖമായിട്ട് ഒരു പൂരം കാണണം എന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ സ്റ്റെപ്പിലും അങ്ങനെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബലമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമ്മുടെ കുടമാറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ്. അതെ അതെ, കുടമാറ്റം അത് പറഞ്ഞ പോലെ 75% നമ്മളായി. ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞിട്ട് വെടിക്കെട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ പൂർത്തിയാകാൻ സാധിക്കും. ഇതുവരെ നല്ല ഭംഗിയായിട്ട് പോയി, ഇനിയും നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിക്കും. വെടിക്കെട്ടിനടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കും. എല്ലാം റെഡിയാണ്. നമുക്ക് സാമ്പിൾ വെടിക്കെട്ടിൽ നമ്മളൊന്ന് നോക്കി പുതിയ ക്രമീകരണം അനുസരിച്ചുള്ള കാര്യം എല്ലാം കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് പോയി. അതേപോലെ തന്നെ മെയിൻ വെടിക്കെട്ടിന് നടക്കും. അത് പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് റൗണ്ടിൽ നിന്ന് കാണാനുള്ളത് ഏകദേശം സമയത്തിന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനും ആ രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവർ പ്രഖ്യാപിച്ചിരുന്ന, അതായത് എല്ലാവർക്കും ഇങ്ങോട്ട് വരിക, എല്ലാവരെയും സ്വീകരിക്കുക, ആരെയും ബാരിക്കേഡ് വെച്ച് തടയുക എന്നുള്ളതല്ല, ബാരിക്കേഡ് രഹിത പൂരം എന്നുള്ളതായിരുന്നു ഇരുവരും പ്രഖ്യാപിച്ചിട്ടുള്ള. സുർജി, എന്തായാലും അത് നടപ്പായി എന്ന് തന്നെ കരുതാവുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്.